എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കുറ്റപത്രം ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് യാത്രയയപ്പ് യോഗത്തിലെ പി ദിവ്യയുടെ പ്രസംഗം തന്നെയാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. നവീൻ ബാബുവിനെ യാത്രയയപ്പ് യോഗത്തിൽ അപമാനിക്കാൻ ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നും ഇതിനായി പ്രാദേശിക ചാനലിനെ വിളിച്ചു വരുത്തിയെന്നും റിപ്പോർട്ടിലുള്ളതായി സൂചനയുണ്ട്. എ.ഡി.എം. നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കുറ്റപത്രം. യാത്രയയപ്പ് യോഗത്തിൽ വെച്ച് പി ദിവ്യ അപമാനിച്ചതാണ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാകും കുറ്റപത്രം. അനുബന്ധ രേഖകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും ഉൾപ്പെടെ 100-ലേറെ പേജുകൾ കുറ്റപത്രത്തിലുണ്ടെന്നാണ് വിവരം. കളക്ടർ, കളക്ടറേറ്റിലെ ജീവനക്കാർ, പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയാൽ നവീൻ ബാബുവിന്റെ ഭാര്യ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 82 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവീൻ ബാബു മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കയറിന്റെയും അടിവസ്ത്രത്തിൽ കണ്ട കറയുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കേസ് ഡയറി ലഭിച്ചാലുടനെ കുറ്റപത്രം സമർപ്പിക്കും. ജനം, കണ്ണൂർ.